നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കസ്റ്റമർ മീറ്റിങ്ങിൽ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കസ്റ്റമറെ മാത്രമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ കഴിഞ്ഞ അവർ ഒരു Q&A ഉണ്ടായിരുന്നു അവസാനം, അതായത് ക്വസ്റ്റ്യൻ ആൻസർ, സംശയ നിവാരണി, അതെല്ലാ സമയത്തും നടത്തുന്നതാണ്. അപ്പം ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ടാണ് എല്ലാ മാസങ്ങളും നടത്തലുണ്ട്. അപ്പം നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പദ്ധതി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z വരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പലരും പദ്ധതി എടുത്ത് വെക്കും, പക്ഷേ അതിനെ പറ്റിയുള്ളൊരു ദീർഘമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല, അറിയില്ല എന്താണുള്ളത്. അപ്പോൾ ആവശ്യമുള്ളത് അവർ ഉപയോഗിക്കില്ല. അപ്പം ഞാൻ എടുത്ത പദ്ധതിത്തൊക്കെയാണ് എന്നെ ബെനിഫിറ്റ് കാര്യമൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചതാണ്, ആ ചോദ്യം എല്ലാവരും പൊതുവേ ചോദിക്കുന്നതാണ്. കാരണം അത് ഞാനൊക്കെ ഈ ഫീൽഡ് വരുന്ന സമയത്ത് തന്നെ, അതായത് 19 വർഷമായിട്ട് തന്നെ പലരും അന്ന് മുതലേ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം നമുക്ക്. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ആളുകൾ ആവശ്യമില്ലാത്ത മരുന്നും സർജറിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തൂലേ? കാരണം ക്യാഷ് കമ്പനി കൊടുക്കുമല്ലോ, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമല്ലോ, കസ്റ്റമർ കൊടുക്കേണ്ട ആവശ്യം, പേഷ്യൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ കൊടുക്കുമല്ലോ. അപ്പോൾ അവർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത മരുന്നും സർജറിയും ഒക്കെ നടത്തൂലേ? അതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഇങ്ങനെ പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗുണമാണ് വരിക. അത് എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു വിഷയം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ മാസങ്ങളിലും ഓരോ ആഴ്ചകളിലും നമ്മൾ ക്ലെയിമുകൾ സോൾവ് ചെയ്യണതാണ്. ക്ലെയിം സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണതാണ്. അപ്പോൾ ഇന്ന് വരെ അങ്ങനെ ഒരു വിഷയം നമുക്ക് ഉണ്ടായിട്ടില്ല, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. കാരണം അതായത് ഇപ്പം ഫസ്റ്റ് തന്നെ ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ക്ലെയിം രജിസ്ട്രേഷൻ, അതായത് ഇന്ന ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് കമ്പനി അറിയിക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതായത് ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അധികൃതർ, ഹോസ്പിറ്റലത്തെ ആ വകുപ്പ്, അത് ആ ക്യാഷ് കിട്ടേണ്ടത് ആർക്കാണ്? ഹോസ്പിറ്റലിലേക്കാണല്ലോ ക്യാഷ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ടീം ഈ രേഖകളെല്ലാം തന്നെ അഡ്മിറ്റായ നിമിഷം മുതൽ ഡിസ്ചാർജ് ആണ് വരെയുള്ള എല്ലാ രേഖകളും, മരുന്നും ഡോക്ടർ കുറിപ്പും പഴയ ഹിസ്റ്ററിയും എന്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കണം. അതായത് കമ്പനിയിലത്തെ ഡോക്ടർമാർ അത് വിലയിരുത്തും. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൂർഖന്മാരാണെങ്കിൽ കമ്പനിയിലുള്ളത് രാജവെമ്പാലന്മാരാണ്. അതായത് അവർക്ക് കമ്പനി ഡോക്ടർമാർക്ക് അറിയാം ഇന്ന അസുഖത്തിന് എന്തൊക്കെ മരുന്നാണ് വേണ്ടത്, ആവശ്യമില്ലാത്ത ചെക്കപ്പ് ഉണ്ടോ, ടെസ്റ്റ് ഉണ്ടോ, മരുന്ന് എന്തെങ്കിലും കുത്തിക്കയറ്റുണ്ടോ, ആവശ്യമില്ലാത്ത സർജറി നടത്തുന്നുണ്ടോ, അതൊക്കെ അവർക്ക് അറിയാം. ഇപ്പോൾ ഇതിന് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നുള്ളത്. അപ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരവിടുന്ന് പാസ്സാക്കുകയുള്ളൂ. അതായത് കസ്റ്റമർക്കും പേഷ്യൻറ്റിനും അറിയില്ല എന്തൊക്കെ മരുന്നാണ് വേണ്ടത്, എന്തൊക്കെയാണെന്നില്ല. അവർ പറഞ്ഞ പോലെയാണ്. പക്ഷെ അത് നോക്കാനും ചോദിക്കാനും പറയുന്ന അവിടെ ആളുകളുണ്ട്. കാരണം ഈ കമ്പനിൻ്റെ ക്യാഷ് പറഞ്ഞാൽ നമ്മളെ ക്യാഷാണ്, നമ്മൾ പ്രീമിയങ്ങൾ സ്വരൂപിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ തീം തന്നെ അത് തന്നെയാണല്ലോ, നമ്മൾ അതായത് നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്ത് വെക്കണ്, എന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണല്ലോ. അധികം വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോയിലാണ് പ്രീമിയം കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടുള്ളതും അത് കളക്ട് ചെയ്യണമൊക്കെ. അപ്പോൾ അത് ആവശ്യമില്ലാത്ത പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നോക്കാനും പറയാനൊക്കെ IRD മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോദിക്കാനും പറയുന്നതിനൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭംഗിയായിട്ടത് ആ രീതിയിൽ തന്നെ നടക്കുള്ളൂ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. ഇല്ലാത്തതൊന്നും ചെയ്യാനും പറ്റില്ല. നോക്കാനും ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ആക്സിഡൻ്റായി, കാലിന് ഒരു ക്ഷതം വന്ന് കാലിൻ്റെ എല്ല് പൊട്ടി നിൽക്കുക, സർജറി വേണം. അപ്പോൾ അതാണ് വിഷയം എന്ന് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേൻ്റെ ടെസ്റ്റും മറ്റ് ടെസ്റ്റും ആവശ്യമില്ലാത്ത ടെസ്റ്റും മറ്റ് കാര്യങ്ങളും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കാലിനാണ് പറ്റിയതെങ്കിൽ അവിടുത്തെ എക്സ്റേ ആണ് എടുക്കേണ്ടി വരിക. അല്ലാതെ വേറെ തലേൻ്റെയും ചെവീൻ്റെയും കണ്ണിൻ്റെയും മറ്റ് ടെസ്റ്റും അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്തത് അത് പാസ്സാക്കില്ല, കമ്പനി പാസ്സാക്കില്ല. അപ്പോൾ അതാരും കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കേസാണ് കസ്റ്റമർ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആദ്യം ഇത് കമ്പനിക്ക് അറിയാം ഇതെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട്. ആ കമ്പനി ഡോക്ടർമാർക്ക് അറിയാം, അവരാവശ്യമുള്ളത് മാത്രമേ പാസ്സാക്കുള്ളൂ. അതാണല്ലോ വേണ്ടത്.
അപ്പോൾ ശരിക്കും ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആതുര സേവനാലയമാണെങ്കിൽ, അതായത് ആതുര സേവനമാണല്ലോ ഈ ആശുപത്രി, അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നടത്തുള്ളൂ. ഒരു 90% നല്ല രീതിയിൽ തന്നെയാണ്, ഒരു 80-90% നല്ല രീതിയിൽ തന്നെയാണ് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ധാർമ്മികപരമായിട്ടും തന്നെയാണ് അവർ സേവനം ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അധികൃതരാണെങ്കിലും എല്ലാവരും തന്നെ. പക്ഷേ ഒരു 10%, ഒരു 10-20% ആളുകൾ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അത് ശരിയാണ്, ഇല്ല പറയാൻ പറ്റില്ല, അത് അനുഭവിക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റൽ വ്യവസായ ആക്കി മാറ്റിയിട്ടുള്ള ഹോസ്പിറ്റൽ അത് വേറെയുണ്ട്. അത് അവരനുഭവിക്കും, അത് അനുഭവിച്ചേ പറ്റൂ, അത് അനുഭവിക്കുന്നുണ്ട്. അത് ശരിയായിട്ടില്ലാത്ത രീതിയിലുള്ളതൊക്കെ അനുഭവിച്ചേ ഇവിടുന്ന് പോവുള്ളൂ. അതുപോലെ ഒരു പനി പിടിച്ച് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, സാധാരണ നോർമൽ പനിയാണ്, ജലദോഷപ്പനിയാണ്, അതൊരു പക്ഷേ നമ്മളെ വീട്ടിൽ നിന്ന് ചുക്കാപ്പി പിടിച്ചാൽ മാറുന്ന സംഭവമായിരിക്കും. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 20% വരുന്ന ആ ഹോസ്പിറ്റലിലാണ് പെട്ടതെങ്കിൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ദിവസം അഡ്മിറ്റ് ആവണമെന്ന് പറയും, ആവശ്യമില്ലാത്ത മരുന്നും ഇതൊക്കെ കയറ്റും ചിലപ്പോൾ. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും ഇതൊക്കെ കമ്പനിക്ക് അയക്കണം. ഇപ്പോൾ ഒരു പനിക്ക് അഡ്മിറ്റ് ആവണമെങ്കിൽ ടെമ്പറേച്ചർ മിനിമം എത്ര എന്നുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവർക്ക് അറിയാം, ഹോസ്പിറ്റലിലേക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് അത് പാസ്സാക്കില്ല. അപ്പോൾ അങ്ങനെ പനി പിടിച്ച് അഡ്മിറ്റായി പൈസ കിട്ടില്ല പറയും. അപ്പോൾ ആര് കൊടുക്കേണ്ടി വരും? കസ്റ്റമർ കൊടുക്കേണ്ടി വരും. അതായത് ആവശ്യമുള്ളതിന് മാത്രമേ അത് പാസ്സാക്കുള്ളൂ കമ്പനി, മനസ്സിലാക്കേണ്ടത് അതാണ്. അങ്ങനത്തെ കേസാണ് റിജക്റ്റ് ചെയ്യണത്. അപ്പോൾ ആവശ്യമില്ലാത്തത് കിട്ടില്ല, ആവശ്യമുള്ളത് കിട്ടും, 100% കിട്ടും. ഇന്ന് വരെ കിട്ടിയിട്ടേ ഉള്ളൂ. ആവശ്യമില്ലാത്തത് ഒരിക്കലും കിട്ടില്ല, കിട്ടേണ്ടത് കിട്ടും. ഈ പറഞ്ഞ 10-20% വരുന്ന ഹോസ്പിറ്റലിലാണ് നമ്മൾ കിടക്കണതെങ്കിൽ അവർ ഇൻഷുറൻസ് ഉള്ളതല്ലേ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് അവർ അഡ്മിറ്റാക്കി നിൽക്കുക. 4 ദിവസം അഡ്മിറ്റ്, ഒരു ദിവസം റൂം റെൻറ്റ് സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂമിന് 5000 റുപ്യ പെർ ഡേ. അപ്പോൾ ഒരു 5 ദിവസം കിടന്ന് 5 × 5 5000, 25,000 റുപ്യ റൂം റെൻറ്റിന് മാത്രം. ആ റൂം റെൻറ്റിൻ്റെ ടാക്സും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ ബില്ലുകളും വരും. ചുരുക്കി പറഞ്ഞാൽ 10, 30, 50 റുപ്യ ചിലപ്പോൾ ഒരു പനി പിടിച്ച് അഡ്മിറ്റായിട്ട് വരും. അത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മറ്റേ 80% ധാർമ്മികരമായിട്ട് നല്ല രീതിയിൽ പോണ ഡോക്ടർമാരും നല്ല രീതിയിൽ പോണ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവരൊരു പക്ഷേ മെഡിക്കൽ മാനേജ്മെൻറ്റോട് തന്നെ അത് തീർക്കൊന്നും ഇല്ലാതെ തന്നെ ആകെ ചില്ലറ വേണ്ടി വരുള്ളൂ. ഇനിയിപ്പം മാറിയിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് എന്ന് വയ്ക്കുക. അഡ്മിറ്റ് ആക്കേണ്ട കേസാണെങ്കിൽ അഡ്മിറ്റായിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ദിവസം അഡ്മിറ്റായിട്ടുണ്ടെങ്കിലും എത്രയാണോ ഉള്ള ചിലവായാലും 100% കിട്ടും. ഇന്നുവരെ കിട്ടിയിട്ടുണ്ട്, കിട്ടിയ ചരിത്രമേ ഉള്ളൂ, കിട്ടാതിരിക്കില്ല. കിട്ടേണ്ടത് കിട്ടും, ഉറപ്പാണ്, 100% കിട്ടും. അതായത് അപ്പോൾ അതിന് മുമ്പ് ചിലവായിട്ടുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുള്ള അത് വേറെയും കിട്ടും. പിന്നീട് അഡ്മിറ്റിന് ശേഷമുള്ള ഡിസ്ചാർജിന് ശേഷം വരുന്ന പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് A to Z വരെയുള്ള എല്ലാ കാര്യവും 100% ക്ലെയിം കിട്ടും. അതാണ്. അങ്ങനെ ആകുമ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കാനും പറയാനും കാര്യങ്ങൾ ചെയ്യാനും ഇതൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന്, അതായത് ഇൻഷുറൻസ് നമ്മളൊരു ഫാമിലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് തന്നെ നമ്മളെ ഇൻഷുറൻസ് കമ്പനിയുടെ ഡോക്ടർമാരും അവരവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യവും അവർ വെരിഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ധൈര്യമാണ്, ആ ഒരു കോൺഫിഡൻസിലാണ് ഓരോ കസ്റ്റമറും ഇന്ന് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇൻഷുറൻസ് ഉണ്ട് വെച്ചിട്ട് ഓവറായിട്ടുള്ള ബില്ലും തൊന്നും അങ്ങനെ ഒരിക്കലും ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരിക്കലും വരില്ല, ഇന്നേരം വന്നിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ 20% പറഞ്ഞിട്ടുള്ള ആ അനധികൃതമായിട്ടും അതുപോലെ അധാർമികമായിട്ടും സത്യസന്ധത ഇല്ലാത്ത അങ്ങനെ അസത്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെയ്യണ ഓരോ കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വരുന്നതാണ് ഓരോ കാര്യങ്ങൾ. അത് അങ്ങനെ അനുഭവങ്ങളും നമുക്കുണ്ട്. അതിപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു കസ്റ്റമറാണ്, വർഷങ്ങളായിട്ടുള്ള കസ്റ്റമറാണ്. 2-3 പോളിസി എടുത്തിട്ട് വെച്ചുള്ള ആളാണ്. മെഡിക്കൽ ഇൻഷുറൻസ്, കുട്ടികളുടെ പദ്ധതി, അതുപോലെ തന്നെ സെയിം പദ്ധതി ഒക്കെ എടുത്തുള്ള പദ്ധതി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രൈം ബ്രാഞ്ചിൽ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് എന്നോട് ഷെയർ ചെയ്ത്, അവർ ഡ്യൂട്ടിയുള്ള സമയത്ത്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണിത്, കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടി പുഴയിൽ, ഒരു 8-10 വയസ്സുള്ള ഒരു കുട്ടി പുഴയിൽ വെള്ളത്തിൽ വീണ്. ഈ കുട്ടി വെള്ളത്തിൽ വീണ് നാട്ടുകാരൊക്കെ പുഴയിൽ വെള്ളത്തിൽ തരയാണ്. ആ സമയത്ത് അതിനുശേഷം ഈ ഫയർഫോഴ്സും പോലീസൊക്കെ വന്ന് അവർക്കാണ് പിന്നെ ഈ കുട്ടീനെ കിട്ടിയത്. ഈ കുട്ടീനെ കിട്ടിയ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ വേഗം ICUലേക്ക് മാറ്റി വെന്റിലേറ്ററിലേക്ക് ഇട്ട് പിന്നെ അവിടുന്ന് പിന്നെ ബാക്കി കാര്യങ്ങൾ അയാൾ അനുഭവം പറയാണ്.
രാവിലെ ഈ കുട്ടീനെ ഹോസ്പിറ്റലിലാക്കിയതാണ് ICUവിൽ, അതായത് വെന്റിലേറ്ററിലാണ്. അപ്പം ഇവർ ഹോസ്പിറ്റലിൽ നിന്നും ഇവർ പറഞ്ഞ് സർജറി വേണം, ഒരു എമർജൻസി സർജറി വേണം, അത്ര ക്യാഷ് കെട്ടണം, അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഈ ഡോക്ടർ അപ്പോൾ അങ്ങനെയാണ് വൈകുന്നേരമാണ് ഈ പോലീസുകാരൻ ഇദ്ദേഹം വരുന്നത്. വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്താ അവസ്ഥ അറിയാൻ വേണ്ടി വന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞ് അപ്പോൾ ഇയാൾക്ക് ഡൗട്ടായി. അപ്പോൾ നേരിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ റൂമിൽ കയറിയിട്ട് ഇയാൾ ചോദിച്ച് ഒരാൾക്ക് എത്ര സമയം വരെ വെള്ളത്തിൽ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും, എത്ര മിനിറ്റ് വരെ പിടിച്ച് നിൽക്കാൻ സാധിക്കും ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു 5 മിനിറ്റ് പരമാവധി വരെ 5 മിനിറ്റ് വരെ പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഈ യോഗയും പ്രാണായാമം അടയോഗമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അങ്ങനത്തെ ആൾക്കാണെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റിൻ്റെ മുകളിൽ 10 മിനിറ്റൊക്കെ പരമാവധി പിടിച്ച് നിൽക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ, 5 മിനിറ്റല്ലേ പിടിച്ച് നിൽക്കാൻ സാധിക്കുള്ളൂ. ഈ 10 വയസ്സുള്ള ഈ കുട്ടിക്ക് അടയോഗം മറ്റു യാതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ 10 വയസ്സുള്ള കുട്ടി പരമാവധി 5 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റോളം അവിടെ നാട്ടുകാർ 10 മിനിറ്റിൻ്റെ മുകളിൽ നാട്ടുകാർ ഈ വെള്ളത്തിൽ പുഴയിൽ കുട്ടിയെ തിരഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കാണ് ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളും ഏകദേശം 15-20 മിനിറ്റോളം ഞങ്ങളും തിരഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും 30 മിനിറ്റ് അപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടിയിട്ടുള്ളത്, വെള്ളത്തിൽ നിന്ന് ഈ കുട്ടീനെ കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പോൾ എന്താണ് അവസ്ഥ ചോദിച്ച്. അപ്പോൾ ഡോക്ടർ അങ്ങനെയാണോ, ശരിയാണല്ലോ, അങ്ങനെയാണല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്താ ഇനി പറയുക. സംഭവം എല്ലാവർക്കും മനസ്സിലായി, എന്താണെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ, നമ്മളറിയണ്ടോ. അപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞ 10-20% ഹോസ്പിറ്റലും ഡോക്ടർമാരും അങ്ങനെ ഉണ്ട് എന്ന് വെച്ച് എല്ലാവരെയും അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ധാർമ്മികമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യണ എന്ത് ബിസിനസ് എന്ത് സേവനം മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം വലിയ ഡോക്ടർമാരും വലിയ ഇങ്ങനെ ചെയ്യണ ആളുകളെ അവരെ കുടുംബത്തിൽ ഒരു അംഗവൈകല്യമുള്ള ഒരു പിരിയുള്ള, അതായത് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവും. എന്താ വെച്ചാൽ അവർ ചെയ്യണതിൻ്റെ ആ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു അംഗവൈകല്യം എന്തെങ്കിലും ഒരു മൈൻഡ് ഇതുള്ള ആളുണ്ടാവും. അപ്പോൾ അവരെ കർമ്മഫലമാണ് അവരനുഭവിക്കേണ്ടി വരിക. അത് എല്ലാ ഫീൽഡിലുള്ളതാണ്, എല്ലാത്തിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യണ പണി കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം നല്ലതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ ഭാവിയിലുണ്ടാവും, ഇന്നല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരും തെറ്റായിട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു 10-20% അങ്ങനത്തെ ടീമുണ്ട്. അത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയണതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം അതിനൊരു തെളിവാണ്. അങ്ങനെ ആകുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത മരുന്നും ടെസ്റ്റും സർജറിയും മറ്റൊന്നും ചെയ്യാനും പറ്റില്ല. അതൊക്കെ ചോദിക്കാനും പറയാനും കമ്പനിയിൽ ആളുകളുണ്ട്. അവർ പാസ്സാക്കണതേ ഈ ഹോസ്പിറ്റലിന് കിട്ടുള്ളൂ. ഹോസ്പിറ്റലിന് കിട്ടാത്തത് ഹോസ്പിറ്റലിന് കിട്ടില്ല. കസ്റ്റമർ പറയും എൻ്റെ അടുത്ത് ക്യാഷില്ല പറയും. കാരണം മുമ്പൊക്കെയാണ് അങ്ങനെയാണ്. ഇപ്പോൾ കസ്റ്റമറും പഠിച്ചു തുടങ്ങി എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓരോ കാര്യങ്ങളും കസ്റ്റമറെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഓരോ കാര്യം. ഇപ്പോൾ നടക്കുന്ന പരിപാടി അതിൻ്റെ ഭാഗമാണ്. അപ്പം കസ്റ്റമർ ബോധവാന്മാരാണ് നമ്മളെടുത്തപ്പോൾ അത് എന്താണ്, എന്തിനൊക്കെ കിട്ടില്ല. അതുപോലെ വേറെയുണ്ട്, ആവശ്യമില്ലാത്ത കുറേ എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് ഒരുപാട് ബില്ലിൽ കയറ്റി വിടുന്നുണ്ട്. പാസ്സായിക്കോട്ടെ വെച്ചിട്ട് അതും കിട്ടില്ല. അപ്പോൾ കിട്ടേണ്ടതേ കിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമറും പഠിക്കാൻ തയ്യാറാണ് ഓരോ കാര്യങ്ങളും. അല്ല നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കാര്യമില്ല. അത് നമുക്ക് പ്രയോജനമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയറായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അഡ്വൈസറോട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാത്തിനും ഏത് സമയത്തും അഡ്വൈസർ കൂടെ ഉണ്ടായിരിക്കും. ഒരു അംഗത്തെ പോലെ, വീട്ടിലൊരു അംഗത്തെ പോലെ കൂടെ ഉണ്ടായിരിക്കും, ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. അതാണ് ഇൻഷുറൻസ് അഡ്വൈസർ. ഓക്കെ, താങ്ക് യു.